ഇമ്പൾസ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലാന്റ് ടിഷ്യൂ കൾച്ചേഴ്സിന് ഡിഫറെന്റ് ടൈപ്സ് ആണ്. സോ ഓൾറെഡി നമ്മൾ എന്താണ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ നിങ്ങൾ ഓൾറെഡി പഠിച്ചു. എന്നാൽ ഒരുപാട് ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ഉണ്ട്. അതെന്തൊക്കെയാണ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ബേസിക്കലി ഇതിൽ പറയുന്നത്. സോ ദ ഫസ്റ്റ് വൺ പറയാമെന്ന് ടൈപ്പ് ഓഫ് കൾച്ചർ മീഡിയ. നമ്മൾ ഉപയോഗിക്കുന്ന കൾച്ചർ മീഡിയ എന്തൊക്കെ ടൈപ്പാണ് എന്നുള്ളതാണ്. സോ ഇത് നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല അങ്ങോട്ടൊക്കെ ഉപയോഗം വരും. ദ ഫസ്റ്റ് വൺ ഈ സോളിഡ് മീഡിയം ആണ്, ലിക്വിഡ് മീഡിയം, സെമി സോളിഡ് മീഡിയം, അങ്ങനെ നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. സോറി. സോ ഫസ്റ്റ് വൺ ഈ സോളിഡ് മീഡിയ ആണ്. സോ യൂസ്ഡ് ഫോർ കാലസ് കൾച്ചർ ആൻഡ് ഓർഗൻ കൾച്ചർ. സോ കാലസ് കൾച്ചറും ഓർഗൻ കൾച്ചറിനും വേണ്ടിയിട്ട് കോമൺലി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കൾച്ചറാണ് സോഡിയം മീഡിയ എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കാനും ടിഷ്യൂ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോളിഡ് മീഡിയ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടാവുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ലിക്വിഡ് മീഡിയ ആണ്. ഈ സസ്പെൻഷൻ കൾച്ചേഴ്സിനൊക്കെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിരിക്കേണ്ട കൾച്ചേഴ്സിന് വേണ്ടിയാണ് നമ്മൾ ഈ ലിക്വിഡ് മീഡിയ യൂസ് ചെയ്യുന്നത്. സോ അലോ ഫോർ ബെറ്റർ ന്യൂട്രിയൻ അപ്ടേക്ക് ആൻഡ് ഫാസ്റ്റർ ഗ്രോത്ത് ഓഫ് സെൽ. അപ്പോൾ പെട്ടെന്ന് ഈ സോൾഡ് മീഡിയ പോലെയല്ല, സോൾഡ് ആകുമ്പോൾ കട്ടിയല്ലേ, ലിക്വിഡ് ആകുമ്പോൾ അങ്ങനെയല്ലോ, പെട്ടെന്ന് വലിച്ചെടുക്കാനും അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനും ഒക്കെ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ കണക്കാക്കി അല്ലെങ്കിൽ ഗ്രോത്ത് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിക്വിഡ് മീഡിയ ഉപയോഗിക്കുക. സോ ബേസിക്കലി സസ്പെൻഡ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടാവുക. സോ നെക്സ്റ്റ് വൺ സെമി സോൾഡ് മീഡിയ ആണ്. സോ ബേസിക്കലി ഇവിടെ കോമ്പിനേഷൻ ഓഫ് സോൾഡ് ആൻഡ് ലിക്വിഡ് മീഡിയ ആണ് ഈ സെമി സോൾഡ് മീഡിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കോമ്പിനേഷൻ ഓഫ് സോൾട്ട് ആൻഡ് ലിക്വിഡ് മീഡിയ ആണ്. സോ സ്പെസിഫിക് കൾച്ചർ ടൈപ്പ് ഉണ്ട്, അതായത് സപ്പോർട്ടും വേണം, ന്യൂട്രിയൻ്റ് അവൈലബിലിറ്റിയും വേണം. ഈ സോളിഡിന്റെയും ലിക്വിഡിന്റെയും രണ്ടും ആവശ്യമുള്ള അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളും കൂടെ ഒരുമിച്ച് വേണ്ടി വരുന്ന ഒരു മീഡിയമായി ബന്ധപ്പെട്ടതാണ് എന്ത് സെമി സോൾഡ് മീഡിയ. സോ കോമൺലി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കാണുന്ന ഒരു കൈൻഡ് ഓഫ് മീഡിയ സെമി സോൾഡ് മീഡിയ ആണ്. കാരണം അതിന്റെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള നേച്ചർ ആയത് കൊണ്ട് തന്നെയാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് കാലസ് കൾച്ചർ അല്ലെങ്കിൽ സ്റ്റാറ്റിക് കൾച്ചർ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു സോൾഡ് എന്ന് വെച്ചാൽ കാലസ് കൾച്ചറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്താണ് കാലസ് കൾച്ചർ? കാലസ് കൾച്ചറിനെ മറ്റൊരു പേര് പറയുന്ന പേരാണ് എന്ത്? സ്റ്റാറ്റിക് കൾച്ചർ എന്ന് പറയാം. അതായത് ഇൻവോൾവിംഗ് ഗ്രോയിങ് അൺഡിഫറൻഷിയേറ്റഡ് പ്ലാന്റ് സെൽ ഓൺ എ സോൾഡ് മീഡിയ. അതായത് അൺഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്, ഡിഫറൻഷിയേറ്റ് അല്ല, അൺഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്ലാന്റ് സെല്ലുകളെ നമ്മൾ വളർത്തുന്ന മീഡിയ ആണ് എന്ത്? കാലസ് കൾച്ചർ എന്ന് വെച്ചാൽ ദ മാസ് ഓഫ് സെൽ കോൾഡ് കാലസ് can be initiated from various plant parts such as root, stem, leaves or flowers. അതായത് റൂട്ട്സിൽ നിന്നും സ്റ്റെമ്മിൽ നിന്നും ലീവ്സിൽ നിന്നും ഫ്ലവേഴ്സിൽ നിന്നും ഒക്കെ എടുത്ത നമ്മളെ ഈ സെൽസ്, പ്ലാന്റ് സെൽസ് ഉണ്ടായിരിക്കും. അതെല്ലാം കൂടെ ഒരുമിച്ച് വെക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മാസ് ഓഫ് സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുക? കാലസ് എന്ന് പറയുക. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്റ്റഡി നടത്തുന്നത് അല്ലെങ്കിൽ സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? കാലസ് കൾച്ചർ എന്ന് പറയുക. സോ കാലസ് കൾച്ചർ ബേസിക്കലി സെൽ ഡിഫറൻസിയേഷനും അത് മാത്രമല്ല സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ പ്രൊഡക്ഷനും വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഇനിഷ്യേഷൻ ആണ്. കാലസ് എന്ത് ചെയ്യണം? നമ്മൾ എക്സ്പ്ലാന്റ് നിന്ന് നമ്മൾ എടുക്കുക, സോൾഡ് മീഡിയയിലേക്ക് നമ്മൾ വെക്കുക എന്നുള്ളതാണ്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എങ്ങനെയാണ് വെക്കേണ്ടതുള്ളത്. സോ മെയിൻ്റെനൻസ് ആണ്. സോ റെഗുലർ സബ് കൾച്ചർ ഈസ് റിക്വയർഡ് ടു മെയിൻ കാലസ് ഗ്രോത്ത് ആൻഡ് പ്രിവെന്റ് ഡിഫറൻസിയേഷൻ. അതായത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു സബ് കൾച്ചർ വളരെ അത്യാവശ്യമാണ്. നമുക്ക് മെയിൻ കൾച്ചർ മാത്രമല്ല സബ് കൾച്ചറിന്റെ ആവശ്യമാണ്. സോ ഡിഫറൻസിയേഷനെ പ്രിവെന്റ് ചെയ്യാനും കാലസിന്റെ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് സബ് കൾച്ചറിങ് ആവശ്യമാണ്. ആൻഡ് ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ ബയോസിന്തറ്റിക് പാത്വേക്കും സെക്കൻഡറി മെറ്റബോളൈറ്റിന്റെ പ്രൊഡ്യൂസിനും അത് മാത്രമല്ല പ്ലാന്റ് റീജനറേഷനും ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയാം എന്താണ് കാലസിന്റെ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഗ്രോയിങ് അൺഡിഫറൻഷിയേറ്റ് പ്ലാന്റ് സെൽസ് ഓൺ എ സോളിഡ് മീഡിയ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം നമുക്കറിയാവുന്നത് പോലെ തന്നെയാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈ സസ്പെൻഷൻ കൾച്ചർ ആണ്. സോ സസ്പെൻഷൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് പ്ലാന്റ് സെൽസ് ഓർ എ സ്മോൾ സെൽ അജിറ്റേറ്റ് ഇൻ എ ലിക്വിഡ് മീഡിയം. അപ്പം ഒരു പ്ലാന്റ് സെല്ലിനെ നമ്മളൊരു ലിക്വിഡ് മീഡിയത്തിൽ നമ്മൾ വളർത്തുന്ന ഒരു പരിപാടിയാണ്. ഈ കൾച്ചർ റാപ്പിഡായിട്ട് സെല്ല് പ്രോലിഫറേറ്റ് ചെയ്യാനും ലാർജ് സ്കെയിലിൽ പ്ലാന്റ് സെൽ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് നമുക്ക് ലാർജ് എമൗണ്ടിൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് സസ്പെൻഷൻ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ലിക്വിഡ് മീഡിയ ആണ്, ലാർജ് എമൗണ്ട് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ് സെൽസ് ഓർ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ് എന്ന് പറഞ്ഞു. സോ ഫർദർലി ഇതിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സബ് കൾച്ചേഴ്സ് ഉണ്ട് കേട്ടോ. സസ്പെൻഷൻ കൾച്ചേഴ്സിനെ വീണ്ടും നമ്മൾ തിരിക്കുന്നുണ്ട്. ബാച്ച് കൾച്ചർ, സെമി കണ്ടിന്യൂസ് ആൻഡ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ് വീണ്ടും ഈ സസ്പെൻഷനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ബാച്ച് കൾച്ചർ ആണ്. എ ക്ലോസ് സിസ്റ്റം വേർ സെൽ ഗ്രോൺ ഇൻ എ ഫിക്സഡ് വോളിയം ഓഫ് മീഡിയം അണ്ടിൽ ന്യൂട്രിയൻസ് ആർ ഡിപ്ലീറ്റ് ഓർ ടോക്സിക് ബൈ പ്രൊഡക്റ്റ് അക്യൂമുലേറ്റ്. അതായത് നമ്മളൊരു കൾച്ചർ മീഡിയ ഉണ്ടാക്കി നമ്മൾ ഈ സെല്ല് വെച്ച് കഴിഞ്ഞാൽ ആ കൾച്ചറിൽ നിന്ന് കംപ്ലീറ്റ്ലി ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തതിന്
ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അവിടെ റിപ്ലേസ്മെന്റ് നടത്തുള്ളൂ. ഇതൊരു ക്ലോസ് സിസ്റ്റം ആയിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രിയൻ മീഡിയ ഫുള്ളി ഉപയോഗിച്ച് കഴിഞ്ഞ് നള്ളായി, സീറോ ആയി, ഇനി ടോക്സിക് പ്രൊഡക്ട്സ് മാത്രമേ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് കാണുവാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുന്ന കൾച്ചറിനെയാണ് ബാച്ച് കൾച്ചർ എന്ന് പറയാം. ഇനി സെമി കണ്ടിന്യൂസ് കൾച്ചർ ആണ്. ഇതൊരു ഓപ്പൺ സിസ്റ്റം ആണ്. പീരിയോഡിക് ആയിട്ട് കൾച്ചർ നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, ഫ്രഷ് മീഡിയ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് മാത്രമല്ല നമുക്ക് മെയിൻ്റനൻസിന് വേണ്ടിയുള്ള ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ് സെമി കണ്ടിന്യൂസ് കൾച്ചർ. ഇനി കണ്ടിന്യൂസ് കൾച്ചേഴ്സിൽ ഓപ്പൺ ആണ്. നമ്മൾ ഫ്രഷ് മീഡിയ കണ്ടിന്യൂസ്ലി ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈക്വൽ വോളിയം കൾച്ചർ നമ്മൾ റിമൂവ് ചെയ്യും. നമ്മൾ എത്രത്തോളമാണോ ഫ്രഷ് ആഡ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈക്വൽ കൾച്ചർ നമ്മൾ റിമൂവ് ചെയ്തിട്ട് കോൺസ്റ്റന്റ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കണ്ടിന്യൂസ് കൾച്ചർ. സോ ബാച്ച് കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സെമിയും കണ്ടിന്യൂസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. സോ ഒരു സിമ്പിൾ ആണ്, ഒന്നുമില്ല, അധികം ഒന്നും പറയാനൊന്നും ഇല്ല, കാര്യം മനസ്സിലാക്കി വെക്കാം. സോ കണ്ടിന്യൂസ് സസ്പെൻഷൻ കൾച്ചർ ആണ് അടുത്ത് പറയാൻ പോകുന്നത്. സോ കണ്ടിന്യൂസ് സസ്പെൻഷൻ കൾച്ചറിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് കീമോസ്റ്റാറ്റ്, ടർബിഡോസ്റ്റാറ്റ്, ക്ലോസ് സിസ്റ്റം. സോ ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇറ്റ്സ് നോട്ട് സോ മാൻഡേറ്ററി. സോ കീമോസ്റ്റാറ്റ് എന്താണ്? കണ്ടിന്യൂസ് ഇൻപുട്ട് ഓഫ് ഫ്രഷ് മീഡിയം അറ്റ് പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ്. സോ നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ഉണ്ടാകും, നമുക്കറിയാം. ഓക്കെ, ഇന്ന ദിവസം ആകുമ്പോൾ ഇത്ര ആഡ് ചെയ്യണം, ഇന്ന ദിവസം ആകുമ്പോൾ ഇത്ര ആഡ് ചെയ്യണം, നമ്മൾ ഓൾറെഡി പ്രീ ഡിറ്റർമൈൻ ചെയ്ത് കണക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു സ്റ്റഡി സ്റ്റേറ്റ് ആയിരിക്കും. നമ്മൾ തുടങ്ങിയത് മുതൽ അവസാനം വരെ ഒരു ഈക്വൽ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരിക്കും ചെയ്യാം. സോ നെക്സ്റ്റ് വൺ ഇസ് ടർബിഡോസ്റ്റാറ്റ് ആണ്. സെൽ ഡെൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് മാത്രമല്ല അറ്റ് സെറ്റ് ലെവൽ ബൈ അഡ്ജസ്റ്റിംഗ് ദ ഇൻപുട്ട് ഓഫ് ഫ്രഷ് മീഡിയം ബേസ്ഡ് ഓൺ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി കൾച്ചർ. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണോ അതിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ടർബിഡോസ്റ്റാറ്റ് വെച്ചാൽ നമ്മുടെ ഈ കൾച്ചർ മീഡിയം കൂടുതൽ ടർബിഡ് ആയിട്ട് കാണുവാണ്, അല്ലെങ്കിൽ കൂടുതൽ അതിൽ നമുക്ക് മാറ്റേണ്ട ഒരു കണ്ടീഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് നമ്മൾ മീഡിയം ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുവാണ് ചെയ്യാം. സോ നെക്സ്റ്റ് വൺ ഈസ് ക്ലോസ് സിസ്റ്റം ആണ്. സോ ഇവിടെ മീഡിയം റിപ്ലേസ് ചെയ്യൂ വിത്ത് ഫ്രഷ് മീഡിയം നമ്മൾ റിപ്ലേസ് ചെയ്യാറുണ്ട്. വൈൽ സെൽസ് ആർ സെപ്പറേറ്റ് ആൻഡ് റിട്ടേൺ ടു കൾച്ചർ ഇൻക്രീസിങ് ബയോമാസ് ഓവർ ടൈം. അപ്പം നമ്മൾ സെൽസ് സെപ്പറേറ്റായി റിട്ടേൺ ആയി വന്ന് ബയോമാസ് അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുവാണ് ചെയ്യേണ്ടാവാം. സോ മീഡിയം റിപ്ലേസ് ചെയ്യും, ഫ്രഷ് മീഡിയം വെച്ചിട്ട് മാത്രമായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നേരത്തെ പോലെ തന്നെയാണ്. പക്ഷേ വൈൽ സെല്ല് സെപ്പറേറ്റായി റിട്ടേൺ ചെയ്ത് കൾച്ചറിലേക്ക് വരും. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു ആൻഡ് ബയോമാസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുവാണ്. ക്ലോസ് സിസ്റ്റം നമ്മൾ ചെയ്യുന്ന പരിപാടി കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഓർഗൻ കൾച്ചർ ആണ്. ഓർഗൻ കൾച്ചർ എന്ന് വെച്ചാൽ പ്ലാന്റിന്റെ ഓർഗനോ അല്ലെങ്കിൽ ടിഷ്യൂവോ ഇൻവിട്രോ സ്റ്റഡീസിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുക. ഇൻവിട്രോ, അതായത് നമ്മളൊരു ടെസ്റ്റ് ട്യൂബിലോ ഒരു ടിഷ്യൂസിനെ എടുത്തിട്ട് ടെസ്റ്റ് ട്യൂബ് ലാബ് കൾച്ചറിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ഇൻവിട്രോ എന്ന് പറയുക. സോ ഈ ടെക്നിക്ക് നമ്മൾ ഓർഗൻ എങ്ങനെ ഡെവലപ്പ് ആവുന്നത്, അതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണ്, വേരിയസ് ഓർഗൻ്റെ കൾച്ചർ എങ്ങനെയാണ് നമ്മൾ നടത്തേണ്ടതെന്നുള്ള പറയുന്ന കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള കൾച്ചറാണ് ഓർഗൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ. ഒന്നും കൂടെ പറയാം, നമ്മളെ പ്ലാന്റ് ഓർഗനെയോ ടിഷ്യൂവിനെയോ നമ്മൾ ഐസൊലേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കൾച്ചറിങ് ചെയ്യുന്ന രീതിയാണ്. സോ റൂട്ടും ഷൂട്ട് ടിപ്സും കൾച്ചർ ചെയ്യാം, ആൻഡ് ലീഫ് ആൻഡ് ഫ്ലവർ കൾച്ചർ ചെയ്യാം, എംബ്രിയോ ആൻഡ് ഒവ്യൂൾ കൾച്ചർ ചെയ്യാം, എൻഡോസ്പേം ആൻഡ് കോട്ട്ലിഡൻ കൾച്ചർ ചെയ്യാം. സോ ഇതെല്ലാം അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. റൂട്ടും ഷൂട്ടും ആണെങ്കിൽ എന്താണ്, ബേസിക്കലി ഈ റൂട്ടും ഷൂട്ടിൻ്റെയും ഡെവലപ്മെന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു പ്ലാന്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹെൽപ്പ് ചെയ്യാം. അപ്പം ലീഫും ഫ്ലവറും ആണെങ്കിൽ അതിൻ്റെതായ പ്രോപ്പർട്ടി, എംബ്രിയോ ആൻഡ് ഒവ്യൂൾ ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി, എൻഡോസ്പേമും കോട്ട്ലിഡനും കൾച്ചർ ആണെങ്കിൽ അതിൻ്റെതായ പ്രോപ്പർട്ടി, അതിൻ്റെയൊക്കെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓർഗൻ കൾച്ചർ ചെയ്യുന്നത്. ഇനി ഹെയറി റൂട്ട് കൾച്ചർ ആണ്. സോ ബേസിക്കലി ഹെയറി റൂട്ട് കൾച്ചർ ചെയ്യുന്നത് റൂട്ട് കൾച്ചർ എങ്ങനെയാണ് ലൈക്ക് ഇൻഡ്യൂസ്ഡ് ബൈ ഇൻഫെക്ഷൻ വിത്ത് അഗ്രോബാക്ടീരിയം റൈസോബിൻ എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ റൂട്ട് കൾച്ചറിൽ എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. സോ ഹെയറി റൂട്ട്സ് ആർ ഇൻഡ്യൂസ്ഡ് ബൈ ഇൻഫെക്റ്റിംഗ് പ്ലാന്റ് ടിഷ്യൂ വിത്ത് എ റൈസോജൻ വിത്ത് ട്രാൻസ്ഫർ DNA to the plant cell. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ജീൻ ട്രാൻസ്ഫോം പഠിച്ചത് ഓർമ്മയുണ്ടോ നമ്മൾ മറ്റതിൽ സെക്കൻഡ് ചാപ്റ്ററിൽ? അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇൻഫെക്റ്റ് ചെയ്യിപ്പിച്ച് DNA പ്ലാന്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നു, സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ പ്രൊഡക്ഷനെ പറ്റി നമ്മൾ പഠിക്കുകയാണ് ചെയ്യുക. റൂട്ട് ബയോളജി എങ്ങനെ, ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിക്കേണ്ടാവുക. സോ ക്യാരക്ടേഴ്സ് പറയുവാണെങ്കിൽ റാപ്പിഡ് ഗ്രോത്ത്, ജനറ്റിക് സ്റ്റെബിലിറ്റി, ഹോർമോൺ ഇൻഡിപെൻഡന്റ് ഗ്രോത്ത് ഓഫ് സിമ്പിൾ മീഡിയ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് പഠിക്കുക. അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ
എന്നുണ്ടെങ്കിൽ ഹൈ ബയോമാസ് പ്രൊഡക്ഷൻ, ജനറ്റിക് ബയോകെമിക്കൽ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, പൊട്ടൻഷ്യൽ സ്കെയില് ബയോ റിയാക്ടേഴ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ്. ഈ ഹെയർ റൂട്ട് കൾച്ചർ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇത്രയും കൾച്ചേഴ്സ് പഠിച്ചാൽ മതി. എക്സ്ട്രാ ടോപ്പിക്കാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വായിച്ച് മാത്രം വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. ഹെയർ റൂട്ട് കൾച്ചർ ചെയ്യുന്നത് അഗ്രോബാക്ടീരിയം റൈസോബിനെ ഇൻഫെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഒക്കെ സിന്തസൈസ് ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണ് പ്ലാന്റ് ഹയർ പ്ലാന്റ്സ് ഒക്കെ റിയാക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു വിങ് ആണ് ഹെയർ റൂട്ട് കൾച്ചർ എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. സോ നെക്സ്റ്റ് വൺ ഇസ് പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചർ ആണ്. സോ ഇനി അങ്ങോട്ടുള്ള ഞാൻ ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം പറഞ്ഞേ പോവുണ്ടാവുള്ളൂ, ഫർദർലി എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാര്യം ഇനി അങ്ങോട്ട് നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതാണ് കേട്ടോ. സോ പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചർ എന്ന് വെച്ചാൽ ഇൻവോൾവിംഗ് ഗ്രോയിങ് പ്ലാന്റ് സെൽ ദാറ്റ് ഹാവ് ദിയർ സെൽ വാൾ റിമൂവ്. അതായത് പ്ലാന്റ് സെല്ല് ഗ്രോ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ അതിന്റെ സെൽ വാൾ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. ഓൾറെഡി അറിയാം പ്ലാന്റ് സെൽ വാൾ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിയർ ഇന്റഗ്രിറ്റി. ദിസ് ടെക്നിക് ഈസ് ക്രൂഷ്യൽ ഫോർ വേരിയസ് ജനറ്റിക് മാനിപ്പുലേഷൻ മെത്തഡ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം സെൽ വാൾ എന്ന് പറയുന്നത് ഏതൊരു പ്ലാന്റിന്റെയും ഒരു ഡോറ് പോലെയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ജനറ്റിക് മാനിപ്പുലേഷൻ മെത്തേഡിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചർ എന്ന് പറഞ്ഞാൽ. അതായത് സം ഹൈബ്രിഡൈസേഷൻ ആൻഡ് ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെങ്കിൽ, ഇപ്പൊ ജനറ്റിക് ട്രാൻസ്ഫോർമേഷനോ അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായി നമുക്ക് സെൽ വാൾ റിമൂവ് ചെയ്താൽ മാത്രമേ ഒരു പ്ലാന്റ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ പ്രോട്ടോപ്ലാസ്റ്റ് ഐസൊലേഷൻ ഫ്രം വേരിയസ് പ്ലാന്റ് പാർട്ട് യൂസിങ് എൻസൈമാറ്റിക് ഓർ മെക്കാനിക്കൽ മെത്തേഡ്. അപ്പൊ എൻസൈമാറ്റിക് മെത്തേഡോ അല്ലെങ്കിൽ മെക്കാനിക്കൽ മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ സെൽ വാൾ റിമൂവ് ചെയ്തുകൊണ്ട് നമ്മൾ ജനറ്റിക് മാനിപ്പുലേഷൻ നടത്തിക്കൊണ്ട് നമ്മൾ പഠിക്കുന്ന രീതിയാണ്. ഫസ്റ്റ് വൺ ഈസ് ഐസൊലേഷൻ ആണ്. നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റ് ഐസൊലേറ്റ് ചെയ്യണം. എങ്ങനെ? എൻസൈം വെച്ചിട്ടോ നമ്മൾ സെൽ വാളിനെ ഡൈജസ്റ്റ് ചെയ്ത് മാറ്റണം. അതിനുശേഷം കൾച്ചർ ചെയ്യണം. അതിനുശേഷം സെൽ വാൾ റീജനറേറ്റ് ചെയ്യണം. പ്രോട്ടോപ്ലാസ്റ്റ് റീജനറേറ്റ് സെൽ വാൾ ബീങ് ഡിവൈഡ് ടു ഫോം സെൽ കോളനി. അതായത് ഓൾറെഡി നമുക്കറിയാം, ഓൾറെഡി സെൽ വാൾ റിമൂവ് ചെയ്താൽ ഉറപ്പായിട്ടും ആ സെല്ല് വീണ്ടും റീജനറേറ്റ് ചെയ്യുന്നു. പിന്നെ പ്ലാൻ റീജനറേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ഒരു ഹോൾ പ്ലാന്റിൽ എങ്ങനെയാണ് റീജനറേഷൻ നടക്കുന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന രീതിയാണ് ഈ പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചർ എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ആപ്ലിക്കേഷൻ ഓഫ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ആണ്. സോ ബേസിക്കലി ആപ്ലിക്കേഷൻ എങ്ങനെയാണ്? സോ എക്സ്പ്ലാന്റ് സെലക്ഷൻ. സോ നമ്മൾ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ചെയ്യുമ്പോൾ ബേസിക്കലി ക്ലോണൽ പ്രൊപ്പഗേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ചെയ്യുന്ന രീതിയെല്ലാം സെയിം തന്നെയാണ്. എക്സ്പ്ലാന്റ് സെലക്ട് ചെയ്യുക, കൾച്ചറിൽ ഇടുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, റൂട്ടിങ് ചെയ്യുക, ഇതെല്ലാം സെയിം തന്നെ, നമ്മൾ പഠിച്ച പോലെ തന്നെയാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ക്ലോണൽ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ടിഷ്യൂ കൾച്ചറിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ ആണ് എന്ത്? ക്ലോണൽ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ. ഇത് ജനറ്റിക്കലി ഐഡന്റിക്കൽ കോപ്പീസ് ഓഫ് പ്ലാന്റ്, അതായത് ഒരു പ്ലാന്റിന്റെ ടിഷ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് സെയിം എക്സാക്ട് കാർബൺ കോപ്പി തരുന്ന രീതിയിലാണ് നമ്മൾ ക്ലോണൽ, അതാണ് ക്ലോണൽ എന്ന് പറയുന്നത് കേട്ടോ. ക്ലോൺ ചെയ്യുക. ദിസ് മെത്തേഡ് ഇസ് പെർട്ടിക്കുലർലി യൂസ് ഫോർ പ്ലാന്റ് ദാറ്റ് ഡിഫിക്കൽട്ട് ടു പ്രൊപ്പഗേറ്റ് ബൈ കൺവെൻഷണൽ മെത്തേഡ് ഓർ റാപ്പിഡ്ലി മൾട്ടിപ്ലൈങ് എലൈറ്റ് പ്ലാന്റ് വെറൈറ്റി. അതായത് ഇപ്പൊ നമുക്ക് തണ്ടൊടിച്ച് വെച്ച് നമുക്ക് വീണ്ടും വളർത്താൻ പറ്റാത്തതോ അല്ലെങ്കിൽ വിത്തിട്ട് നമുക്ക് വളർത്താൻ പറ്റാത്തതോ അങ്ങനെയുള്ള പ്ലാന്റ്സുകളിൽ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് വരിക. സോ നമുക്ക് അങ്ങനെ വളർത്താനൊരു പ്രശ്നമില്ല, അല്ലെങ്കിൽ അങ്ങനെ വളർത്താൻ നമുക്കൊരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷനിൽ ചെയ്യുന്ന രീതിയാണ് ഈ ക്ലോണൽ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ സെയിം സ്റ്റെപ്പാണ് നമ്മൾ ചെയ്ത എല്ലാം സ്റ്റെപ്പ് സെയിം തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഒറ്റ കാര്യം ആലോചിക്കുക, നമുക്ക് ജനറ്റിക്കലി ക്ലോൺ ചെയ്യുന്നു, നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമുക്കത് വളർത്താൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല എന്നൊരു കണ്ടീഷൻ വരുവാണെങ്കിൽ മാത്രം ചെയ്യുന്ന രീതിയാണ് ക്ലോണൽ പ്രൊപ്പഗേഷൻ. സോ നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രൊഡക്ഷൻ. സോ നമ്മൾ ഓൾറെഡി പറയുന്നു സെക്കൻഡറി മെറ്റബോളൈറ്റ് എന്ന് പറയുന്നത് എന്ത്? സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്ക് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് അത്രയും സിഗ്നിഫിക്കൻസ് കൊടുത്തുകൊണ്ടാണ്. അതായത് ആൽക്കലോയിഡ്സ്, സ്റ്റിറോയിഡ്സ്, ഗ്ലൈക്കോസൈഡ്സ് ഒക്കെ നമുക്ക് ഫാർമസ്യൂട്ടിക്സ് ആയാലും ഫുഡ് അഡിക്റ്റീവ്സ് ആയാലും കോസ്മെറ്റിക്സിലായാലും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എപ്പോഴും ടിഷ്യൂ കൾച്ചർ നിൽക്കാറുണ്ട്. സോ ആൽക്കലോയിഡ്സ് ആണെങ്കിൽ കൊഡീൻ, വിൻക്രസിൻ പോലുള്ളതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് പെയിന് വേണ്ടിയിട്ട് ആന്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉള്ളതാണ്. പിന്നെ സ്റ്റിറോയിഡ്സിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. എസെൻഷ്യൽ ഓയിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ എന്താണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, എന്തുകൊണ്ടാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് ഇത്ര വാല്യൂ എന്നും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അത്രയും സിഗ്നിഫിക്കൻ്റ് ആയ പ്രോപ്പർട്ടീസ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് ഉണ്ട് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് സൊമാറ്റിക് എംബ്രിയോജനസ് ആൻഡ് സിന്തറ്റിക് സീഡ്സ് ആണ്.
എന്താണ് സൊമാറ്റിക് എംബ്രിയോജെനസിസ്? സോ സൊമാറ്റിക് എംബ്രിയോജെനസിസ് എന്ന് പറയുന്നത് ഒരു എംബ്രിയോ ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുക. എവിടെ നിന്ന്? സൊമാറ്റിക് സെൽസിൽ നിന്ന്. ഈ ടിഷ്യൂ കൾച്ചറിലൂടെ ഒന്നും കൂടെ പറയാം, എംബ്രിയോ ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുക. എവിടെ നിന്ന്? സൊമാറ്റിക് സെല്ലിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ടെക്നിക്കിന് അത്രയും സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതായത് മാസ് ആയിട്ട് നമുക്ക് പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും ആർട്ടിഫിഷ്യൽ സീഡ്സോ അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ. എംബ്രിയോ സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു സൊമാറ്റിക് സെൽസ്. ഈ സൊമാറ്റിക് സെൽസ് എന്താണ്? ഡിവൈഡിങ് സെൽസ് ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ സൊമാറ്റിക് സെല്ല് മാത്രമേ ഉള്ളൂ. ആ സെല്ല് വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും, നമുക്ക് നമ്മളെ ബോഡിയിൽ സൊമാറ്റിക് സെൽസ് ഉണ്ടെങ്കിൽ ആ സൊമാറ്റിക് സെല്ല് വെച്ച് നമുക്ക് ഓർഗൻസ് ഫോം ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ അറിയണ്ടാവും അല്ലേ? അപ്പൊ അതേപോലെ തന്നെ സൊമാറ്റിക് സെല്ല് വെച്ചിട്ട് എംബ്രിയോ സ്ട്രക്ചർ ഉണ്ടാക്കുകയും അങ്ങനെ മാസ് പ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ് ചെയ്യുകയും ചെയ്യുക. സോ സിന്തറ്റിക് സീഡ്സ് എന്ന് വെച്ചാൽ സൊമാറ്റിക് എംബ്രിയോ ആണ്. ഈ സൊമാറ്റിക് എംബ്രിയോ അല്ലേ നമ്മൾ പറഞ്ഞ സൊമാറ്റിക്കിന്റെ എംബ്രിയോ സ്ട്രക്ചർ എന്ന് പറഞ്ഞില്ലേ, ഈ എംബ്രിയോയെ നമ്മളൊരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഒക്കെ കൊടുത്ത് എങ്ങനെയാണോ ഒരു വിത്ത് ഉണ്ടാവുക, ഒരു വിത്ത് എങ്ങനെ ഉണ്ടാവുക അതേപോലെ കോട്ടിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു പ്ലാന്റ് മെറ്റീരിയൽ നമ്മൾ ക്ലോൺ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുന്നതാണ് സിന്തറ്റിക് സീഡ്സ് എന്ന് പറയാം. അപ്പൊ സൊമാറ്റിക് എംബ്രിയോജെനസിസ് എന്താണ്? എംബ്രിയോ സ്ട്രക്ചർ നമ്മൾ സൊമാറ്റിക് സെല്ലിലൂടെ ഉണ്ടാക്കുക. സിന്തറ്റിക് സീഡ് എന്താണ്? നമ്മളെ കിട്ടിയ സൊമാറ്റിക് എംബ്രിയോയെ നമ്മളൊരു ഷെല്ലൊക്കെ കൊടുത്ത് ഒരു വിത്ത് പോലെ ആക്കിയെടുക്കുക, അതിൽ നിന്ന് പുതിയ ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ എന്താണ് സൊമാറ്റിക് എംബ്രിയോ? എംബ്രിയോ ഞാൻ പറഞ്ഞു സൊമാറ്റിക് സെൽസിൽ നിന്ന് ഉണ്ടാവുന്നതാണ്, എംബ്രിയോ സ്ട്രക്ചർ ആണ്, പുതിയ കംപ്ലീറ്റ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി സിന്തറ്റിക് സീഡ് എന്താണ്? എൻകാപ്സുലേറ്റ് ചെയ്യുന്നു. സൊമാറ്റിക് എംബ്രിയോനെ എൻകാപ്സുലേറ്റ് ചെയ്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷനും പുതിയ സീഡ്സ് ഒക്കെ ഉണ്ടാക്കാനും നാച്ചുറൽ ഒരു സീഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പോകുന്നതാണ് സിന്തറ്റിക് സീഡ്. സോ എന്താ ജെർമിനേഷൻ? പ്ലാന്റ് കംപ്ലീറ്റ്ലി ഡിവൈഡ് ആയി പുതിയ പ്ലാൻ ഉണ്ടാവുന്ന തന്നെയാണ് ജെർമിനേഷൻ. കണ്ടോ, ഇത് തന്നെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഉണ്ടോ, ഇത് എൻകാപ്സുലേറ്റ് ചെയ്യുന്നു, അത് പൊട്ടി പുറത്തേക്ക് വരുന്നു. ഒരു വിത്ത് എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ തന്നെ ഇരിക്കുവാണ് ഇവിടെയും ചെയ്യുന്നുണ്ടാവുക. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. ആ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാൻ പറ്റും, ബാക്കി ഗ്യാസ് അടിക്കാൻ പറ്റും. സോ ചെയ്യേണ്ട കാര്യം വെച്ചാൽ റെഫറൻസ് നോട്ട് നിർബന്ധമായിട്ടും വായിക്കുക. ബിക്കോസ് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഞാൻ എപ്പോഴും പറയുന്നു, റെഫറൻസ് നോട്ട് നിങ്ങൾ വായിക്കാതെ ഒരു കാരണവശാലും ഒരു എക്സാം എഴുതാൻ പോകരുത്. ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഹാപ്ലോയിഡ് പ്ലാന്റ് പ്രൊഡക്ഷൻ ആണ്. എന്താണ് ഹാപ്ലോയിഡ് പ്ലാന്റ്? സോ ഇതൊക്കെ മിക്കവാറും 2 മാർക്കിന് ചോദിക്കും കേട്ടോ. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഹാപ്ലോയിഡ് എന്നത് കാണാറുണ്ട്. സോ ഹാപ്ലോയിഡ് പ്ലാന്റ് എന്ന് വെച്ചാൽ 1 സെറ്റ് ഓഫ് ക്രോമസോം മാത്രമേ ഉണ്ടാവൂ. ഹാപ്ലോയിഡ് 1 സെറ്റ് ഓഫ് ക്രോമസോം ഉണ്ടായിരിക്കും. They can be produced through another or പോളൻ കൾച്ചർ. സോ ഒന്നെങ്കിൽ അനദർ അല്ല കേട്ടോ, ആൻഡർ ആണ്. സോ നമുക്ക് എങ്ങനെ ഈ ഹാപ്ലോയിഡ് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ഒരു സെറ്റ് ഓഫ് ക്രോമസോം ഉള്ള ഒരു പ്ലാന്റിനെയാണ് നമ്മൾ ഹാപ്ലോയിഡ് പ്ലാന്റ് എന്ന് പറയുണ്ടാവുക. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പോളനെ കൾച്ചർ ചെയ്യാം. ബേസിക്കലി എങ്ങനെയാണ്? ഈ പോളൻ പോയിട്ട് നമ്മുടെ ഫീമെയിൽ പ്ലാന്റിൽ പോയി ഇരുന്നിട്ട് അവിടെ പോയി ഫെർട്ടിലൈസ് ആയിട്ടല്ലേ പുതിയ സീഡൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇത് അവിടെ അങ്ങനെയല്ല, നമ്മൾ പോളൻ മാത്രം വെച്ച് ചെയ്യുക. അതായത് ഒരു ഇപ്പം നമ്മൾ 2N എന്നല്ലേ പറയുക, അതിൽ 1N വെച്ച് മാത്രം ചെയ്യുവാണ് ചെയ്യുക. അല്ലെങ്കിൽ ആൻഡർ വെച്ച് മാത്രം ചെയ്യുന്നു, അല്ലെങ്കിൽ ഓവറി മാത്രം വെച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒവ്യൂള് മാത്രം വെച്ച് ചെയ്യുന്നു. അവിടെ ഒരു എന്താണ്, ഒരു സ്പേം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഓവം ഉണ്ടാവില്ല. സ്പേം വെച്ച് മാത്രം നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓവം വെച്ച് മാത്രം ചെയ്യുന്നു. അതേപോലെ സോ പോളൻ ആണെങ്കിൽ ആൻഡ്രോജെനസിസും, ഇനി ഫീമെയിൽ അതായത് നമ്മൾ ഒവ്യൂളാണ് എടുക്കുന്നതെങ്കിൽ ഗൈനോജെനസിസും ആണ് പറയുണ്ടാവുക. സോ ഈ ഒരു ടെക്നിക്ക് പ്ലാന്റ് ബ്രീഡിംഗ് ഒക്കെ ഭയങ്കര റാപ്പിഡായിട്ട്, ഇത് ജനറ്റിക് സ്റ്റഡീസ് ആണ് കേട്ടോ കൂടുതലും. നമുക്ക് പ്ലാന്റ് ഒക്കെ നമുക്ക് ആവശ്യമുള്ള രീതിയിലൊക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ആൻഡ്രോജനസ് ആണെങ്കിൽ ആൻഡ്രോപോളിനായിരിക്കും ഉപയോഗിക്കേണ്ടാവുക. ഗൈനോജനസ് ആണെങ്കിൽ ഓവറീസോ ഒവ്യൂൾ ആയിരിക്കും ഉപയോഗിക്കേണ്ടാവുക. ക്രോമസോം ഡബിളിംഗ് ആണെങ്കിലോ ഹാപ്ലോയിഡ് പ്ലാന്റ് ആണ് ഉപയോഗിക്കുക. ഇപ്പൊ ക്രോമസോമിന് ഡബിൾ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഹാപ്ലോയിഡ് പ്ലാന്റ് ഉണ്ട്, നമ്മളിൽ ഒരു സെറ്റ് ഓഫ് ക്രോമസോം ഉള്ള പ്ലാന്റ് ഉണ്ട്, അത് വെച്ച് നമ്മൾ ഡബിൾ ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യേണ്ടാവുക. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്ന് നോക്കി വെക്കുക. 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലുള്ള ഭാഗമാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ആൻഡ് ട്രാൻസ്ജനിക് പ്ലാന്റ്. സോ എന്താണ് സൊമാറ്റിക് എന്ന് അറിയാം. ഇനി അതിൽ ഹൈബ്രിഡൈസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. സോ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷനും ട്രാൻസ്ജനിക് പ്ലാന്റിനും അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിലൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് ഫ്രം ഡിഫറെന്റ് സ്പീഷീസ് ടു ക്രിയേറ്റ് ഇന്റർ സ്പെസിഫിക് ഓർ ഇന്റർജനറ്റിക് ഹൈബ്രിഡ് യൂസ്ഫുൾ ഫോർ ട്രാൻസ്ഫറിംഗ് ട്രൈഡ് ബിറ്റ്വീൻ ഇൻകോമ്പാക്റ്റബിൾ സ്പീഷീസ്. അതായത് ചെമ്പരത്തിയും തെങ്ങും തമ്മിൽ
നമ്മൾ ഹൈബ്രിഡ് ചെയ്ത് അതിന് രണ്ടിനും സൊമാറ്റിക് സെല്ല് വെച്ചിട്ട് നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ പറയുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻകോമ്പാക്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നമുക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി എന്താ ട്രാൻസ്ജനിക് പ്ലാന്റ്സ്? Introduction of foreign genes into plant cell using various methods like agrobacterium mediated transfer or direct DNA uptake used to create plant with ഇംപ്രൂവ് ട്രൈബ്സ് ലൈക്ക് ഡിസീസ് റെസിസ്റ്റൻറ്റ് ഓർ ന്യൂട്രീഷണൽ കണ്ടന്റ്. അതായത് നമ്മുടെ ഒരു പ്ലാന്റ് ഉണ്ട്, ഈ പ്ലാന്റിന് എപ്പോഴും വൈറസ് അസുഖം വരിക, ചെമ്പരത്തിക്ക് വൈറസ് അസുഖം വരികയാണ്. അപ്പം നമുക്ക് ഈ വൈറസ് അസുഖം വരാൻ കാരണമായ ഒരു സാധനം അതിനകത്ത് കിടപ്പുണ്ട്. അതിനെ നമ്മൾ ഒഴിവാക്കി ഒരു ഫോറിൻ ജീൻ നമ്മൾ വെച്ച് കൊടുക്കുന്നു. ആ ജീൻ വെക്കുമ്പം അതിന് റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു, ഒരുപാട് പൂക്കൾ പൂക്കുന്നു. ഈ ഒരു പരിപാടിയാണ് ട്രാൻസ്ജനിക് പ്ലാന്റ്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് ഒരു മൂന്നാമതൊരു ലിംഗമുണ്ട് എന്ന് പറയുന്ന പോലെ. അതെന്തുകൊണ്ട്? അവർക്ക് ജീനോമിൻ്റെ പ്രശ്നമാണ്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നോർമലി ഉണ്ടാവും നാച്ചുറൽ ഹാബിറ്റേറ്റിൽ ഉണ്ടാകുന്ന ഒരു പ്ലാനിലേക്ക് നമ്മളൊരു എക്സ്ട്രാ ജീൻ ആഡ് ചെയ്ത് കൊടുക്കുകയും അത് നമ്മൾ അഗ്രോബാക്ടീരിയം വെച്ച് ഓൾറെഡി അറിയാമല്ലോ, അഗ്രോബാക്ടീരിയം വെച്ച് നമുക്ക് ചെയ്യുന്ന അറിയാമല്ലോ അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലാന്റ് ഉണ്ടാക്കി എടുക്കുന്നതിന് നമ്മൾ ട്രാൻസ്ജനിക് പ്ലാന്റ് എന്ന് പറയാം. സോ ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ ന്യൂ പ്ലാന്റ് വെറൈറ്റി ഉണ്ടാക്കാം, നമുക്ക് ആവശ്യമുള്ള പ്ലാന്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും, ഓവർ ബ്രീഡിങ് ബാരിയേഴ്സ് ഉണ്ടാവില്ല, ആൻഡ് ഒരുപാട് ജീൻ ഫങ്ഷൻസും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഇതൊന്ന് നോക്കി വെക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. So next one is germplasm conservation. And the germplasm. So plant tissue culture play a crucial role in germplasm conservation. So germplasm conserve ചെയ്യുക എന്ന് പറയുന്നത് plant tissue very very important ആണ്, especially for endangered species or plant with recalcitrant seeds. അതായത് ഇപ്പോൾ ചില ചെടികൾ നമുക്ക് എൻഡേഞ്ചർ ആയിരിക്കും, നമുക്കിനി ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ നമുക്കിനി ഭാവിയിൽ കിട്ടില്ല എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റാത്തൊരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ germplasm കൺസർവേഷൻ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇൻവിട്രോ കൺസർവേഷൻ മെത്തഡ് അലോ ഫോർ ലോങ് ടേം സ്റ്റോറേജ് ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സ്. അത് ഒരു പ്ലാന്റിൻ്റെ ജനറ്റിക് റിസോഴ്സ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ജനറ്റിക് റിസോഴ്സ് കുറേ നാൾ നമുക്ക് ലാബിനകത്ത് സൂക്ഷിച്ചു വെക്കുന്ന പരിപാടിയാണ് എന്ത്? germplasm കൺസർവേഷൻ. സോ ബേസിക്കലി ഇവിടെ ക്രയോ പ്രിസർവേഷൻ ആയിരിക്കും. നമ്മൾ ലോവർ ടെമ്പറേച്ചറിൽ നമ്മൾ പ്ലാന്റ് ടിഷ്യൂവിനെയൊക്കെ നമ്മൾ ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന രീതിയാണ് germplasm. നമുക്ക് ഓൾറെഡി germplasm അറിയാം, അത് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നു. എന്തിനു സൂക്ഷിച്ചു വെക്കുന്നു? അതിന് ഓൾറെഡി എൻഡേഞ്ചർ സ്പീഷീസ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും, അത് നമുക്ക് കിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നു. സോ ഇൻവിട്രോ സ്റ്റോറേജ് നിങ്ങൾക്കറിയാം, മീഡിയം ടേം കൺസർവേഷൻ ആണ്. നമുക്ക് സ്ലോ ഗ്രോത്ത് കണ്ടീഷനിൽ ബേസിക്കലി അവിടെ ഗ്രോത്ത് ഉണ്ടായിരിക്കും, നമ്മൾ കുറച്ചൊന്ന് ഹിൻഡർ ചെയ്ത് വെക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഇൻവിട്രോയിൽ നമ്മൾ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറ്റും, ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? അത് നമുക്ക് ഈ മീഡിയം ടേം കൺസർവേഷൻ അലൗ ചെയ്യുന്നുണ്ടാണ്. ഇനി ക്രയോ പ്രിസർവേഷൻ ആണ്, ലിക്വിഡ് നൈട്രജൻ ലോങ് ടേമിൽ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കും കേട്ടോ. ഇനി അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ നമുക്ക് ഒരു germplasm ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിപ്പം കഷ്ടപ്പെട്ട് ബ്രീഡിംഗ് ഒന്നും പറ്റില്ല, അല്ലെങ്കിൽ നമുക്കിനി ഫർദറിൽ ചെടി കിട്ടില്ല തോന്നുകയാണെങ്കിൽ പോലും നമുക്കിത് പോസിബിൾ ആണ്. സോ ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ ആയാലും നിങ്ങൾക്ക് ഒരു 5 മാർക്കിന് എന്തെങ്കിലും ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. സോ ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്, ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഒരിക്കലും തെറ്റിപ്പോവില്ല. സോ ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്, നന്നായിട്ട് വായിക്കുക. സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂ കൾച്ചർ ഞാൻ പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മീഡിയ പറഞ്ഞു, പിന്നെ കുറച്ച് ടേംസ് പറഞ്ഞു. ഒരു 5 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിക്കാനുള്ളതാണ് ഈ ഹാപ്ലോയിഡ് പ്ലാന്റ് അല്ലെങ്കിൽ സൊമാറ്റിക് എംബ്രിയോജനസിസ്. ആലോചിക്കുക, സൊമാറ്റിക് എംബ്രിയോയും സിന്തറ്റിക് സീഡും തമ്മിൽ ഒരേ ബന്ധമാണ്, അവർ ചേട്ടൻ അനിയൻ പോലെയാണ്. സൊമാറ്റിക്കിനെ ഷെല്ല് കൊടുത്താൽ സിന്തറ്റിക് സീഡായി. അപ്പം അങ്ങനെയുള്ള ഒരു ബേസിക് കാര്യങ്ങൾ നോക്കി വെക്കുക. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം പഠിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് നമുക്ക് അറിയാം. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ബേസിക്കലി ക്ലോണൽ പ്രൊപ്പഗേഷൻ എങ്ങനെ അറിയാം അല്ലേ? ക്ലോൺ ചെയ്ത് ഐഡന്റിക്കൽ കോപ്പി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്, അപ്പോൾ നന്നായിട്ട് വായിക്കുക. റെഫറൻസ് നോട്ടും കൂടെ വായിക്കണം, മറന്നു പോകരുത്. അപ്പോൾ നെക്സ്റ്റ് കാണാം. താങ്ക് യു.